Hello guys, OBS in the next tutorial സ്വാഗതം. So guys, previous tutorial കാണാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഐ കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഓഡിയോ സെറ്റിംഗ്സ്. ഞാൻ ഓൾറെഡി മൈക്ക് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നു, ബട്ട് അതിനകത്ത് കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട് ചെയ്യാനുള്ളത് മൈക്കിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള, അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ലൈക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയായിരുന്നു, സോ അതും കൂടി ഇതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഞാൻ നമ്മുടെ മൈക്ക് സൗണ്ടും ആൻഡ് ഗെയിം സൗണ്ടും സ്ക്രീൻ ക്യാപ്ചർ ചെയ്യുന്നതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ അന്ന് കുറേ വിട്ടുപോയ കാര്യം എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഞാൻ തീം എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടില്ലായിരുന്നു, അതൊന്നും ഞാൻ കാണിക്കാം. ആൻഡ് ബട്ട് അതിനു മുമ്പ് സെറ്റിംഗ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയായിരുന്നു, ലൈക്ക് ഔട്ട്പുട്ട്. ഇതിനകത്ത് ഞാൻ സ്ട്രീമിംഗ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഓൾസോ ഓഡിയോ കിടപ്പുണ്ടായിരുന്നു. ഐ തിങ്ക് ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആക്ച്വലി സ്ട്രീമിംഗ് നിങ്ങൾ എന്തായാലും ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടല്ലോ. ഇനി ഞാൻ നെക്സ്റ്റ് റെക്കോർഡിങ്ങിലേക്ക് കിടക്കുന്നത്. റെക്കോർഡിങ്ങിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ വീഡിയോ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, ലൊക്കേഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക, ബ്രൗസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ആൻഡ് ഏത് ഫോർമാറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടെ ഇട്ടിക്കുക. ഞാനിവിടെ MP4 ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് കുറച്ചുകൂടി ബെസ്റ്റ്, ബിക്കോസ് അതിൽ നമുക്ക് ഓഡിയോ ട്രാക്സ് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി സൈസ് കുറച്ച് എടുക്കണമെങ്കിൽ FLV യൂസ് ചെയ്താൽ മതി, ബട്ട് നിങ്ങൾക്ക് ട്രാക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 4 ട്രാക്സ് ആണ്. അതിൽ ഒന്ന് എൻ്റെ ഗെയിം സൗണ്ട് ആയിരിക്കും, ഒന്ന് എൻ്റെ മൈക്ക് സൗണ്ട് ആയിരിക്കും, കമൻറ്റേറ്റർ സൗണ്ട് ആയിരിക്കും. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഞാൻ അഡീഷണൽ എന്തെങ്കിലും ഡിസ്കോഡ് സൗണ്ട് ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാം, ആൻഡ് അതുപോലെ മ്യൂസിക് സൗണ്ട് ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ റെക്കോർഡിംഗ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ സോഫ്റ്റ്വെയർ അല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ ഹാർഡ്വെയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് NVIDIA കാർഡാണ് എൻ്റെ കയ്യിലുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഹാർഡ്വെയർ യൂസ് ചെയ്യാൻ NVENC എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ന്യൂ വൺ. സോ അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരാമെങ്കിൽ CBR തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബിറ്റ് റേറ്റ് ഇവിടെ കൊടുക്കണം. സോ ഇത് റെക്കോർഡിംഗ് പർപ്പസ് ആണ്, സ്ട്രീമിംഗ് ഒന്നും അല്ല. സോ അതുകൊണ്ട് കുറച്ച് കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 15,000 ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. 15,000 അത്യാവശ്യം നല്ലൊരു amount ആണ്. അത് യൂസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിനെ കീപ്പ് ചെയ്യാം. ബാക്കി എല്ലാം നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ. ഓക്കെ, എന്നിട്ട് ഇത് ഇത്രേ ഉള്ളൂ. ആൻഡ് ദെൻ ഗോ ടു ഓഡിയോ ആണ്. ഓഡിയോയിൽ നമുക്ക് ഇവിടെ ടോട്ടൽ 6 ട്രാക്സ് ഉണ്ട്. ഈ ട്രാക്സ് ഞാൻ ലാസ്റ്റ് വീഡിയോസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 2 ട്രാക്സ് ആവശ്യമുള്ളൂ, സ്ട്രീം ചെയ്യുമ്പോൾ എല്ലാ ട്രാക്സും കൂടി നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യണം. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബിറ്റ് റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 192 കീപ്പ് ചെയ്താൽ മതി, അതാണ് നല്ലത്. ട്രാക്ക് 1 and 2 and 3 ഈ 3 അങ്ങനെ കീപ്പ് ചെയ്താൽ മതി. ബാക്കി 3 നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ അത്രയും യൂസ് ചെയ്യുന്നില്ല, 3 സൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെറ്റിങ്സ് മാത്രമേ ഞാൻ വിട്ടുപോയത് ലാസ്റ്റ്. സോ ഇതൊന്നും പറയാൻ വേണ്ടിയായിരുന്നു. ആൻഡ് അത് കൂടാതെ തന്നെ തീം ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം, ഐ തിങ്ക് തീം ഡൗൺലോഡ് ചെയ്യാതെ ബെസ്റ്റ്. ദർ ഇസ് വൺ മോർ ന്യൂ ഫീച്ചർ, ലൈക്ക് നമ്മുടെ സ്റ്റീം ലാബിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് ഇതിൽ വന്നേക്കുന്നത് മൾട്ടി സ്ട്രീം, ഇനേബിൾ മൾട്ടി സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വന്നേക്കുന്നത്. നിങ്ങളിത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സ്ട്രീം ചെയ്യാം, നിങ്ങളുടെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യാം. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്തില്ല. ഓക്കെ, ആൻഡ് ഞാൻ എന്തായാലും യൂട്യൂബിൽ മാത്രമേ ചെയ്യാറുള്ളൂ, സോ അതുകൊണ്ട് ഇത് തന്നെ കീപ്പ് ചെയ്യുന്നു. ഇൻ ഫ്യൂച്ചർ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും. സോ അതാണ്. ആൻഡ് ലെറ്റ്സ് ഗോ, നമുക്ക് തീമിലേക്ക് കിടക്കാം. തീം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് അപ്പ് ഹിയർ, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാമെങ്കിൽ തീംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ലോഡ് ആവുന്നതായിരിക്കും. സോ ഇവിടെ കുറേ തീംസ് നമുക്ക് കിടപ്പുണ്ട് കാഴ്ച. ബട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ തീംസ് ആണെങ്കിൽ പേബിൾ, ലൈക്ക് ഫ്രീ അല്ല, പേ ആണ്. സോ ഇവിടെ പ്രീമിയം കൊടുത്തിട്ടുണ്ട്. പ്രീമിയം മീൻസ് നമുക്ക് പേ ചെയ്യേണ്ടി വരും. സോ ഇവിടെ കുറേ അല്ലാത്ത ഫ്രീ ഒക്കെ ഉണ്ട്, നമുക്ക് ഫ്രീ ഒക്കെ യൂസ് ചെയ്യാനോ അങ്ങനെ ആരെങ്കിലും പേ ചെയ്യുന്ന ഐ ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് അത്രയ്ക്കും വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പേ ചെയ്യുന്നതായിരിക്കും, ബട്ട് അല്ലാത്തവർ നമ്മൾ നോർമൽ ഫ്രീ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞ. ആൻഡ് ഇൻസ്റ്റാൾ ഓവർലേ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ആ സാധനം അവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ആഡിങ് എ ഫ്രഷ് സീൻ കളക്ഷൻ ഇൻ യുവർ എഡിറ്റർ. ഞാൻ വിചാരിച്ചതിനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ഓവർലേ വന്നേക്കുന്നത്. ആൻഡ് നിങ്ങളെല്ലാവരും കണ്ട സ്ഥിതി ഇവിടെ ഓൾറെഡി എല്ലാ സെറ്റിങ്സും ഉണ്ട്. വെൽക്കം ഉണ്ട്, ഡിലീറ്റഡ്, ആൻഡ് സ്ട്രീം സ്റ്റാർട്ടിങ്. നമ്മൾ എപ്പോഴും പല സ്ട്രീമേഴ്സും ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരത്തേക്ക് സ്ട്രീം സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും, അതിനൊക്കെ ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്ട്രീം BRB ബ്രോഡ്കാസ്റ്റിൻ്റെ ആണ് സ്ട്രീം സ്റ്റാർട്ടിങ്. ആൻഡ് BRB ബി റൈറ്റ് ബാക്ക് എന്നുള്ള ഓപ്ഷൻ, സ്ട്രീം എൻഡിങ്, സ്ട്രീം ഇന്റർമിഷൻ ഇൻ ഗെയിംസ്. സോ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്. സോ ഇതിനകത്ത് ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സോഴ്സസ്, ലൈക്ക് വെബ് ക്യാംസ് ഉണ്ട്, സപ്പോർട്ട് ഹോറിസോണ്ടൽ വെർട്ടിക്കലി എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതൊക്കെ നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മൂവ് ചെയ്യാം, അതനുസരിച്ച് ചെയ്യണം. ഇതൊക്കെയാണ് നമുക്കിതൊക്കെ നമ്മുടെ ആവശ്യത്തിന് അത് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെല്ലുക, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം, ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഇവിടെ നിങ്ങൾ ട്വിറ്ററിൻ്റെ നെയിമൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ ചെന്നിട്ട് മാറ്റിയാൽ മതി.
ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പേരൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ ഇവർ ഈ ഇമേജ് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് ഫോട്ടോഷോപ്പിലൂടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ലൈക്ക് ഒരു തീം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സഡൻലി ഞാൻ ഓൾറെഡി കാണിച്ചാണ് എങ്ങനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതെല്ലാം ഫസ്റ്റ് വീഡിയോയിലുണ്ട്. ആ സെയിം മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യുക ഈ തീമൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം. ഓക്കെ, വളരെ സിമ്പിളാണ് ഒരു തീം എടുത്തു കഴിഞ്ഞാൽ. ബട്ട് ഞാൻ ഈ തീംസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കസ്റ്റം ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഞാൻ പോയി എടുക്കട്ടെ, എനിക്കറിയാം അത് എവിടെയാണെന്ന്. നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ കേട്ടോ. ഇവിടെ കുറേ ഡൗൺലോഡ് ചെയ്ത തീംസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ബട്ട് ഞാൻ ഇവിടെ എൻ്റെ കസ്റ്റം സ്ക്രീൻ തന്നെയാണ് എടുക്കാൻ പോകുന്നത്, മൂസ് എന്ന് പറഞ്ഞത്. സോ ഞാൻ എൻ്റെ തീമിൽ വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന മൈക്ക് ലാസ്റ്റ് ടൈം ആഡ് ചെയ്ത ഓർമ്മയുണ്ടല്ലോ അല്ലേ? സോ ഇന്ന് മൈക്കിൽ വേറൊരു ഇഷ്യൂ ഞാൻ കാണിക്കുന്നത്. എൻ്റെ മൈക്ക് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഞാൻ എൻ്റെ ഫിൽറ്ററിൽ പോകാണെങ്കിൽ മൈക്കിൻ്റെ ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇറ്റ്സ് ടോട്ടലി എം ടി ഹിയർ. സി ഒന്നുമില്ല. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ബട്ട് ഞാനിപ്പം ആഡ് ചെയ്യാം, ഞാൻ കാണിക്കാം അതിൻ്റെ ഗുണം എന്താണല്ലോ. ഇപ്പം ഞാൻ കറൻ്റ്ലി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരെ കേൾക്കാം. യുനോ എൻ്റെ ബാക്കിൽ ചിലപ്പോൾ AC ഓടുന്നുണ്ടായിരിക്കും, ഫാൻ ഓടുന്നുണ്ടായിരിക്കും, ചിലപ്പം അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ എന്തെങ്കിലും സൗണ്ട് അല്ലെങ്കിൽ റോഡിൻ്റെ സൗണ്ട്, കാർ സൗണ്ട്, ഇങ്ങനെ കുറേ സൗണ്ട്സൊക്കെ കാണും. യുനോ ഒരു എം ടി റൂം ആണെങ്കിൽ അതിനകത്ത് എന്തായാലും സൗണ്ട് ഉണ്ട്. സോ എല്ലാം കൂടി കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ട്രീമിലൊക്കെ യൂസ് ചെയ്യുന്നത്. യുനോ അതർവൈസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ടിൽ ചെറിയ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. യുനോ ഇപ്പം ഞാൻ സംസാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് താഴെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് കൊണ്ടായി ബാർ ഇവിടെ മൂവ് ചെയ്യുന്നത്. യുനോ ഈവൻ ഞാൻ മിണ്ടായിരിക്കുവാണെങ്കിലും ഈ ബാർ ചുമ്മാ മൂവ് ചെയ്യും. മിണ്ടിയില്ലെങ്കിലും അത് ഇവിടെ വരെ മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റൂം സൗണ്ട് അത് ക്യാപ്ചർ ചെയ്യുവാണ്, അതുകൊണ്ടാണ്. സോ അതെങ്ങനെ ലൈക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ലൈക്ക് എങ്ങനെ അത് നിർത്താം നമുക്ക് ഓപ്ഷൻ, അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ് ഫിൽറ്റർ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നോയ്സ്. ഓക്കെ, ഫിൽറ്റർ ഇവിടെ ചെന്നാൽ നോയ്സ് സപ്രഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ചെയ്യുക, ഫിൽറ്റർ നെയിം കൊടുക്കുക, നോയ്സ് സപ്രഷൻ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഞാൻ ഓക്കെ ചെയ്യുന്നു. സോ അതാ ഒരു ഫിൽറ്റർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് ഞാൻ ഇപ്പം മിണ്ടായിരുന്നാലും കണ്ടോ ആ റൂം സൗണ്ട് ഇവിടുന്ന് പോയി. ലൈക്ക് ഇപ്പം നേരത്തെ ഈ ബാർ ഇവിടെ വരെ വന്നുകൊണ്ടിരുന്നതാണ്. ബട്ട് ഇപ്പം ഞാൻ സംസാരം നിർത്തുമ്പോൾ ആ ബാർ അവിടെ വരില്ല. ഓക്കെ, ബട്ട് ഇവിടെ -30 കിടക്കുന്നത്. സോ ഞാൻ ഇത് 60 ആക്കുവാണ്. സോ ടോട്ടലി ആ സൗണ്ട് വരെ സ്റ്റോപ്പ് ചെയ്യും. കണ്ടോ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് ലൈക്ക് നമ്മൾ നോയ്സ് സപ്രഷൻ ആഡ് ചെയ്യുക. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ടോട്ടലി അത് കട്ട് ചെയ്യും. അതാണ്. സെക്കൻഡ് വൺ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നോയ്സ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. റൈറ്റ്, സോ നോയ്സ് ഗേറ്റ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നെയിം നോയ്സ് ഗേറ്റ് തന്നെ ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഞാൻ മാറ്റം ഒന്നും വരുത്താൻ പോകുന്നില്ല അതിൽ. നോയ്സ് ഗേറ്റിൽ വരാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ത്രഷോൾഡും ഓപ്പൺ ത്രഷോൾഡ്, ക്ലോസ് ത്രഷും ആൻഡ് ഓപ്പൺ ത്രഷുമാണ് ഇവിടെ കിടക്കുന്നത്. സോ ഓപ്പൺ ത്രഷ് ആൻഡ് ക്ലോസ് ത്രഷ് മീൻസ് ലൈക്ക് നമ്മുടെ മൈക്കിൽ ലൈക്ക് ക്യാപ്ചർ ചെയ്യാവുന്ന, ലൈക്ക് നമ്മുടെ മൈക്കിനോട് പറയണം ഇത്ര സൗണ്ട് വരുമ്പോൾ നിങ്ങൾ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര സൗണ്ട് കുറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ മൈക്കിൻ്റെ അത് ത്രഷോൾഡ് കട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇത് ഓരോരുത്തരുടെ സെറ്റിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബട്ട് എൻ്റെ എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് -55 ആണ് ക്ലോസ് ത്രഷോൾഡ് എൻ്റേത്. സോ എൻ്റെ -30 ഇല്ലെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ തൊട്ട് താഴെ ഇവിടെ ഇത് കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ നിങ്ങളുടെ ബാർ അനുസരിച്ച് നിങ്ങൾ amount അവിടെ കൊടുക്കുക. എനിക്ക് -55 ആണ് കിടക്കുന്നത്. എനിക്ക് ഓപ്പൺ ത്രഷോൾഡ് എന്ന് പറയുമ്പോൾ -35 ആണ് എൻ്റേത്. അപ്പോൾ ഞാൻ 35 കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ക്ലോസ് ത്രഷോൾഡ് ആണെങ്കിൽ ഞാൻ -55ഉം ഓപ്പൺ ത്രഷോൾഡ് ലൈക്ക് ഞാൻ സംസാരം നിർത്തുമ്പോൾ -55 എത്തുമ്പോൾ തന്നെ എൻ്റെ മൈക്ക് അത് കട്ട് ചെയ്യും. യുനോ സൗണ്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ റൂമിൽ അതും കട്ട് ചെയ്യും, അത് റെക്കോർഡിങ്ങിൽ വരില്ല. പിന്നെ ഓപ്പൺ ത്രഷോൾഡ് ഞാൻ സംസാരിക്കുമ്പോൾ -35 മേളിലുള്ള മേളിലുള്ള വോയിസ് വരുമ്പോൾ മാത്രം ഇത് ക്യാപ്ചർ ചെയ്യത്തുള്ളൂ, അതിന് താഴെയുള്ളത് ക്യാപ്ചർ ചെയ്യില്ല. സോ അതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ടൈം അറ്റാക്കിൽ ഞാൻ 25 തന്നെ ഡിഫോൾട്ടായിട്ട് കീപ്പ് ചെയ്യാണ്. ഓൾസോ ഹോൾഡ് ടൈം 200 ms ആണ്, അത് milli/second ആണ്. ഓക്കെ, അത് ഞാൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാണ്. റിലീസ് ടൈമും അതുപോലെ തന്നെ ഞാൻ കീപ്പ് ചെയ്യാം, ഞാൻ ഒരു ചേഞ്ചസും ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് തിങ് ഇതാണ് നമ്മുടെ അത്രയും. ആൻഡ് ഞാൻ സംസാരിക്കുമ്പോൾ ഇത് ഗ്രീൻ ബാർ വരെ പോകുന്നു, ചില സമയത്ത് അത് യെല്ലോ വരെ കയറുന്നുണ്ട്. ഓക്കെ, സോ മാക്സ് റെഡ്
റെഡ് ആണ് ഏറ്റവും കൂടുതൽ. ബട്ട് അവിടെ ചില സമയത്ത് നിങ്ങളുടെ മൈക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്റ്റേണൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലരും ഇന്റേണൽ മൈക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, യൂണോ ഹെഡ്ഫോണിൻ്റെ കൂടെയുള്ള. സോ ചിലതിനൊക്കെ അത്രയും സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ ഒരു ഗെയിൻ യൂസ് ചെയ്യുക. ഗെയിൻ, ഇതാണ് ഗെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതങ്ങ് യൂസ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ നോക്കും, ബാർ നോക്കുക. ഇവിടെ 0 ആണ് വാല്യൂ കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇതിന് ഇൻക്രീസ് ചെയ്യണം, 10 കൊടുത്തു. ഓക്കെ, ആൻഡ് ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ആക്കണ്ടേ ഈ ബാർ ഇവിടെ റെഡ് വരെ കയറുന്നുണ്ട്. സൗണ്ട് എൻ്റെ വോക്കൽസ് അത് കൂട്ടുവാണത്, ലൈക്ക് അതിൻ്റെ അമൗണ്ട് അത് കൂട്ടുവാണ്. നമുക്ക് 10 വേണ്ട, 10 ഓവറാണ് ഇവിടെ. ബട്ട് ഞാനൊക്കെ ആക്ച്വലി 12 ആണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് എൻ്റെ മൈക്കിൻ്റെ അത് വെച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാൻ അവിടെ 8 കൊടുക്കുവാണ്. ഓക്കെ, ആൻഡ് ഈ 3 എണ്ണമാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ OBSനകത്തുള്ള ഫീച്ചേഴ്സാണ്, യുനോ എക്സ്ട്രാ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതാണ്. ആൻഡ് ഞാൻ സംസാരം നിർത്തുമ്പോൾ കറക്റ്റ് ഇത് ക്ലോസ് ആയി പോകും. ആൻഡ് റൂമിൻ്റെ സൗണ്ട് ഒന്നും ഇതിൽ റെക്കോർഡ് ആവത്തില്ല. സോ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ സൗണ്ട്സ് ഒക്കെ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ, റെക്കോർഡിങ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, യുനോ ബിക്കോസ് അവർക്ക് അഡോബിയിൽ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൻ്റെ പേര് ഒഡാസിറ്റി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അത് വളരെ ഈസിയാണ്. ബട്ട് അത് ഡബിൾ പണിയാണ്. ലൈക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യണം, അവിടെ എഡിറ്റ് ചെയ്യണം, എന്നിട്ട് അഡോബി കൊണ്ടുപോകണം, പ്രീമിയർ കൊണ്ടുപോയി വർക്ക് ചെയ്യണം, അങ്ങനെ. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് നോർമലി റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് എഡിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കിൻ്റെ സിസ്റ്റം. ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ പിന്നെ വേറൊരു ഫീച്ചർ നെക്സ്റ്റ് തിങ് ഞാൻ പറഞ്ഞുതരാൻ ഒരു വളരെ നല്ലൊരു ഫീച്ചർ, ലൈക്ക് പലർക്കും അറിയാത്തൊരു ഫീച്ചറാണ്. ഞാൻ ഈ റീസെൻ്റ്ലി ആയിട്ട് ഞാൻ എൻ്റെ ഗെയിം പ്ലേസിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലി ഓൺ ലൈവ് സ്ട്രീം. ഒക്കെ ഗെയിം പ്ലേസിലല്ല, ലൈവ് സ്ട്രീമിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ദ തിങ് ഈസ് ലൈക്ക് നമ്മൾ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കട്ട്സീനൊക്കെ വരും. കട്ട്സീൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്ട്രീം ചെയ്യുമ്പോൾ കമൻട്രി റീഡ് ചെയ്യാറുണ്ട്. കമൻട്രി റീഡ് ചെയ്യുമ്പോൾ ചിലപ്പം ഗെയിം സൗണ്ട് കൂടുതലായിരിക്കും. ആൻഡ് നമ്മളതിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ കമൻട്രി കൂടി മിക്സ് ആകുമ്പോൾ ലൈക്ക് എല്ലാം കൂടി ബ്ലെൻഡ് ആയി പോകും. ലൈക്ക് നമ്മുടെ സൗണ്ടും പ്രോപ്പറായിട്ട് കേൾക്കത്തില്ല, ഗെയിം സൗണ്ട് പ്രോപ്പറായിട്ട് കേൾക്കത്തില്ല. സോ അതിനുള്ള ഒരു ഫീച്ചറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓൾറെഡി നമ്മുടെ ഗെയിം സൗണ്ട് ഉണ്ടല്ലോ ഓൾറെഡി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഗെയിം സൗണ്ട് കുറയും, നമ്മുടെ കമൻട്രി സൗണ്ട് വരിക. അതിന് നമ്മൾ മിണ്ടായിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗെയിം സൗണ്ടും കൂടും. സോ ആ ഫീച്ചറാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ അതിൽ നിങ്ങൾക്ക് വരേണ്ടത് ഫസ്റ്റ് നമ്മൾ ഗെയിം റെക്കോർഡ് ചെയ്തില്ലേ, ആ ഒരു ഓപ്ഷനിലേക്ക് വരണം. ആൻഡ് ഇവിടെ വന്നതിന് ശേഷം ഫിൽറ്ററിൽ കയറുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഗെയിം സൗണ്ട്. ഇതിൽ ഫിൽറ്റർ കയറിയതിന് ശേഷം നമുക്ക് ഇവിടെ ഫിൽറ്റർ യൂസ് ചെയ്യണം. ഫിൽറ്റർ എടുത്തതിന് ശേഷം പ്ലസ് പോയിന്റ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആൻഡ് ഇവിടെ ചെന്നിട്ട് കംപ്രസർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ കംപ്രസർ ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. ആൻഡ് കംപ്രസർ തന്നെ കീപ്പ് ചെയ്യാൻ നെയിം ആൻഡ് ഡൺ. സോ അതിനുശേഷം കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഹിയർസ് ദ തിങ്. സോ ഗൈസ്, ഈ സാധനം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തെങ്കിലും ബാക്കിൽ റൺ ചെയ്യുക, എന്തെങ്കിലും ബാക്കിൽ റൺ ചെയ്യുക. സോ ഇപ്പം ഞാൻ കാണിക്കാം, നിങ്ങൾ ഉദാഹരണം കാണിക്കാം. സോ ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിങ്സ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്താം എങ്ങനെയാണെന്ന്. സോ ഞാനിവിടെ റേഷ്യോ, എൻ്റെ കീപ്പ് ചെയ്യുന്ന റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നെഗറ്റീവ് ഞാൻ 4 യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന റേഷ്യോസ് ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. റേഷ്യോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 4 ആണ്. ബിക്കോസ് ഞാൻ കംപ്രസറിനോട് പറയുന്നത് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇത്ര % ആകുമ്പോൾ ഇവർ ഗെയിമിൻ്റെ സൗണ്ട് ഇത്ര ലെവൽ വരെ കുറയ്ക്കണമെന്നുള്ള റേഷ്യോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ വാല്യൂസ് വെച്ച് പറയുകയാണെങ്കിൽ 4 ആണ്. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും കേട്ടോ, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുകൂടാതെ ത്രഷോൾഡിൻ്റെ വാല്യൂ തന്നെ ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് -20 ആണ്. ഞാൻ ത്രഷോൾഡ് വാല്യൂ കൊടുക്കാൻ പോകുന്നത്. ത്രഷോൾഡ് മീൻസ് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉള്ള ത്രഷോൾഡ് ഉണ്ടല്ലോ, നമ്മൾ മൈക്കിൽ നേരത്തെ സെറ്റ് ചെയ്ത അതാണ്. സോ ആ ഒരു റേഞ്ച് വരെ സൗണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗെയിം സൗണ്ട് കുറച്ച് കുറയും, അതാണ്. പിന്നെ അറ്റാക്ക് ടൈം ഞാൻ ഇവിടെ കീപ്പ് ചെയ്യുന്നത് 50 ആണ്. 50 അറ്റാക്ക് ടൈം, ലൈക്ക് നമ്മൾ അത്ര സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അറ്റാക്ക് പെട്ടെന്ന്, ലൈക്ക് ആ ഒരു സൗണ്ട് പെട്ടെന്ന് കുറയാൻ വേണ്ടിയാണ്. ആൻഡ് റിലീസ് ടൈം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് 500 ആണ്. 500 ആണ് ഞാൻ കൊടുക്കാൻ പോകുന്ന സൗണ്ട് ഇവിടെ. ആൻഡ് ഔട്ട്പുട്ട് ഗെയിനിന് ഒന്നും കൊടുക്കണ്ട, 0 കൊടുക്കുക. ആൻഡ് ഇത് എൻ്റെ വാല്യൂസ് ആണ്. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ചെയ്താൽ മതി. അതുകൊണ്ട് ലൈക്ക് പല മൈക്കിൻ്റെയും ലൈക്ക് സെറ്റിങ്സ് ഡിഫറെൻ്റ് ആണ്, സൗണ്ടിൻ്റെ ഇതൊക്കെ. സോ അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ് ഗൈസ്. ആദ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. നിങ്ങൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അതാണ്. ഓക്കെ, ഇതെല്ലാം ചെയ്തതിന് ശേഷം ദ മെയിൻ തിങ് ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഈ ഓപ്ഷൻ കംപ്രസർ യൂസ് ചെയ്യുന്ന എന്താണ് മൈക്കിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന മൈക്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഡൺ ചെയ്യുക.
സോ ഗൈസ് നമ്മൾ ഫിൽറ്ററെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണമായിട്ട് കാണിക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് പ്ലേ ചെയ്യുന്നതായിരിക്കും. സോങ് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് ക്യാപ്ചറിൻ്റെ പറഞ്ഞ ഏരിയ ഈ ഒരു പോർഷനിൽ സൗണ്ട് ചിലപ്പം ഇവിടെ ഒരു വരുമായിരിക്കും. ഞാൻ സംസാരിക്കും, അത് ചിലപ്പോൾ കുറേയും ഡിക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ ബാർ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ, അതനുസരിച്ച് അത് മൂവ് ചെയ്യും. സോ അതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇൻ കേസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് കുറച്ച് റേഷ്യോ അല്ലെങ്കിൽ ത്രഷോൾഡ് കുറച്ച് കൂട്ടി കുറയ്ക്കുകയോ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, സോ എന്തായാലും നമ്മൾ ചെയ്യാം. ആൻഡ് ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യട്ടെ. സോ ഗൈസ്, ഞാൻ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ സൗണ്ട് ഇച്ചിരി കുറയുന്നുണ്ട്. കണ്ടാ, നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ലൈക്ക് താഴത്തെ ഞാൻ എൻ്റെ മൈക്ക് സൗണ്ട് കൂടുന്നുണ്ട്, ബട്ട് താഴത്തെ സൗണ്ട് കുറയുന്നുണ്ട് ഇടയ്ക്ക്. ബട്ട് നിങ്ങൾക്ക് ഇനി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ലൈക്ക് ഔട്ട്പുട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഫിൽറ്റർ എടുക്കാം. ഫിൽറ്റർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ത്രഷോൾഡ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. സപ്പോസ് ലൈക്ക് ഞാനൊരു 60 കൊടുക്കുവാണെങ്കിൽ 60 കൊടുത്താൽ അത് ഒരുപാട് പെട്ടെന്ന് കുറയും. ലൈക്ക് കണ്ട, അത് ഒത്തിരി ലാസ്റ്റിലേക്ക് പോവാണ്. സോ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് തീരെ കുറഞ്ഞു വരുവാണ്. അതാണ് ഓപ്ഷൻസ്. സോ അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടാം. ലൈക്ക് 60 ഒക്കെ വളരെ ലോ ആണ്. സോ ഒരു 40-45 GB ആണ്. അതാണ് ഒരു ആവറേജ്. സോ നമ്മൾ സംസാരിച്ച ഇടയ്ക്ക് ചെറിയ സൗണ്ട് വരും. ഓക്കെ, നമ്മൾ സംസാരിച്ച ഇടയ്ക്ക് ചെറിയ സൗണ്ട്, ബട്ട് ഫുള്ളായിട്ട് കട്ടാവില്ല, ചെറിയ സൗണ്ട് കാണും. സോ ആ ഒരു ഫീച്ചറാണ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഇതെല്ലാം മനസ്സിലായി കാണും. ആൻഡ് ഇത്ര ഉള്ളൂ കേട്ടോ. ചെറിയ ഷോർട്ട് ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഇത് നമ്മുടെ മൈക്ക് സെറ്റ് ചെയ്ത് നെക്സ്റ്റും അതിൽ ഞാൻ ക്യാപ്ചർ കാർഡും ആൻഡ് ഓൾസോ നമ്മുടെ വെബ് ക്യാം സെറ്റ് ചെയ്യുന്ന വീഡിയോ കൂടി ആയിരിക്കും ഉടനെ ചെയ്യുന്നതായിരിക്കും. ലെറ്റ് മീ നോ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എഴുതി അറിയിക്കാം. ഓക്കെ, ആൻഡ് സോ നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ഓരോ ആഴ്ചയാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ട്യൂട്ടോറിയലിൽ. സോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എഴുതിയിരിക്കാം. ഓക്കെ, സോ അതൊരു ഗൈസ്, ബൈ, ടേക്ക് കെയർ, പീസ്.